വേടനെതിരെ നിരന്തരം ആക്ഷേപങ്ങളും അതുപോലെ സൈബർ അറ്റാക്കുകളും ഒക്കെയായി BJP RSS പ്രവർത്തകർ രംഗത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നു. വേടനാണോ, വേടൻ്റെ വരികളാണോ, മറ്റെന്ത് പശ്ചാത്തലമായിരിക്കും ഇതിന് ഹേതുവായിട്ടുണ്ടാവുക? സ്വാഭാവികമായിട്ടും അയാളുടെ വരികളായിരിക്കും, പിന്നെ അയാളുടെ സാമൂഹ്യ പശ്ചാത്തലമായിരിക്കും. പല കാരണങ്ങളുണ്ട് ഇവരുടെ ഈ അസഹിഷ്ണുതയ്ക്കും പരാതിക്കും ഒക്കെ കാരണമായിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരാതി നന്നായി അല്ലെങ്കിൽ ഈ വിമർശനം നന്നായി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അതർവൈസ് ഇപ്പോൾ ഈ ഹിരൺദാസ് മുരളി എന്ന് പറയുന്ന വേടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന റാപ്പ് സംഗീതജ്ഞൻ, അങ്ങനെ തന്നെ നമുക്ക് വിളിക്കാം, അയാൾ സ്വന്തം വരി എഴുതി ആ വരിക്ക് യോജിക്കുന്ന അയാൾക്ക് യുക്തമെന്ന് തോന്നുന്ന ഒരു സംഗീതത്തിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതിന് വലിയ സ്വീകാര്യതയുണ്ട്. അയാൾ തുടങ്ങിയ കാലം മുതൽ വലിയ സ്വീകാര്യതയുണ്ട്. അതിപ്പോൾ വീണ്ടും ആ സ്വീകാര്യത ഒരുപക്ഷെ ഈ സംഗീതം ആസ്വദിക്കുന്ന ആളുകളുടെ ഇടയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നു ഇക്കാലം വരെ. ഇപ്പോൾ പ്രശ്നമാകാൻ കാരണം ഒരു കേസിൽ അയാൾ അറസ്റ്റിലാവുന്നു. അയാളുടെ കൈവശം അയാളും അയാളുടെ കുറച്ച് കൂട്ടുകാരും കൂടി ഇരിക്കുന്ന ഒരു സദസ്സിൽ നിന്ന് അയാളുടെ കൈവശം ആണെന്ന് പറയുന്നു, ചെറിയ അളവിൽ കഞ്ചാവ് പിടിക്കുന്നു. അതിനെ തുടർന്നുണ്ടായ കോലാഹലങ്ങളുടെ പുറത്താണ് കോൺട്രവേഴ്സിയിലേക്ക് വരുന്നത്. അപ്പോഴും ആ കോൺട്രവേഴ്സിയും അതിൻ്റെ ചുറ്റുവട്ടത്തും ഒക്കെ ആയിട്ട് അത് നിന്നു പോകുമായിരുന്നു. ആ സമയത്ത് ഒരുപക്ഷെ അയാളുടെ പാട്ടിലെ വരികളൊക്കെ ചിലപ്പോൾ ഡിസ്കസ് ചെയ്യപ്പെട്ടു പോയേക്കാമായിരുന്നു, അല്ലെങ്കിൽ പോയിട്ടുണ്ട്, അവിടെ അത് നിൽക്കുമായിരുന്നു. ഇപ്പോൾ BJPയും BJPയുടെ ബൗദ്ധിക പ്രമുഖന്മാർ എന്ന് അവകാശപ്പെടുന്ന ആളുകളും, ഇപ്പോൾ ഡോക്ടർ NR മധുവിനെ പോലുള്ള, അല്ലെങ്കിൽ ബൗദ്ധിക പ്രമുഖനൊന്നും വിശേഷിപ്പിക്കാൻ പറ്റില്ല, ശശികല എന്ന് പറയുന്ന ഹിന്ദു ഐക്യവേദിയുടെ നേതാവിനെ, അവരേത് കാറ്റഗറിയിലാണ് പെടുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വെറുപ്പുൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളിലൊന്നായ ശശികലയെ പോലുള്ള ആളുകളും ഇവരെ വിമർശിച്ച് രംഗത്ത് വരികയും NIA ഇടപെടണം എന്നാവശ്യപ്പെട്ട് കേസ് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ ഇതെന്താണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്, എന്താണ് ഇതിനകത്തുള്ള പ്രശ്നം എന്ന് സ്വാഭാവികമായിട്ടും ചിന്തിക്കുകയും അതൊന്ന് കേട്ടു നോക്കാമെന്നോ അല്ലെങ്കിൽ വരികൾക്ക് എന്താ പ്രശ്നം, ഇതിന് മാത്രമുള്ള കുഴപ്പങ്ങളുണ്ടോ എന്ന് അറിയാൻ ശ്രമിക്കുകയും ചെയ്യും. അത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കേസിന് കൂടുതൽ കേസായിട്ട് തന്നെ കൂടുതൽ മുമ്പോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ NIAക്ക് കൊടുത്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ EDക്ക് കൊടുക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ CBIക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഇൻകം ടാക്സിന് കൊടുക്കാം, വേണമെങ്കിൽ FBIക്കോ CIAക്കോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വേണമെങ്കിൽ ഒരു കേസ് പരാതിയൊക്കെ കൊടുക്കാവുന്നതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ വേടൻ ഇവിടുത്തെ കാര്യങ്ങൾ മാത്രം അല്ല അദ്ദേഹത്തിൻ്റെ പാട്ടിൽ പരാമർശിക്കുന്നത്, രാജ്യത്തിന് പുറത്തുള്ള പല സംഭവവികാസങ്ങളെക്കുറിച്ചും പരാമർശിക്കുന്നത്. അതിൽ ചിലതൊക്കെ അമേരിക്കയെ നേരിട്ട് ഹിറ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ട്രംപിൻ്റെ 5 വർഷം മുമ്പുള്ള നയത്തെ വിമർശിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ട്രംപിനൊക്കെ കൊടുക്കാവുന്നതാണ്. അതിൽ നമുക്ക് അവരതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പം ചെയ്യാവുന്ന കാര്യം. അതിപ്പോൾ മധു ആണെങ്കിലും ശശികലയാണെങ്കിലും ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്ന അവരുടെ പേര് ഞാൻ പറഞ്ഞു, BJPയുടെ കൗൺസിലർ, അവരാണെങ്കിലും ബാക്കിയുള്ള ആളുകളും ഒക്കെ ഈ പരാതിയൊക്കെ ആയിട്ട് രംഗത്ത് വരട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. അത് പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്.